ക്രേറ്റ് പെൻസാണ്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൽ എനിക്ക് ഒരെണ്ണം തീരുമ്പോൾ ഞാൻ അടുത്തെടുക്കത്തുള്ളൂ. ഇപ്പം 2 പേർപ്പിൾ മതിയാവും ഒരു വർഷത്തേക്ക്. ആണ് എനിക്കൊരു അറിവ്. ഒരു പർപ്പിൾ ഒരു പാക്കറ്റ്, പിന്നെ ബ്ലൂവും പർപ്പിളൊക്കെ മാച്ച് ചെയ്താൽ കൊണ്ടുപോകാം. പിന്നെ പിങ്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പൊതുവെ ബ്ലാക്ക്, പേർപ്പിൾ അങ്ങനെ തുടങ്ങിയ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും പാടുള്ളൊരു കവറെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഞാൻ പഠിക്കുന്നത് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ പഴന്തമണ. അടിപൊളി സ്കൂളാണ് എൻ്റെ അറിവ്. ഞാൻ ഇതുവരെയും വേറെ സ്കൂളിൽ പോയിട്ട് പോലുമില്ല. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സവോദ എന്ന് പറയുന്നത് ഞാൻ 1 വർഷം പോയായിരുന്നു. ഒന്നും കിട്ടിയില്ല എന്നുകൊണ്ട് എനിക്ക് പിന്നെ പോകാനൊരു മൈൻഡ് വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ആദ്യമായിട്ടായിരുന്നു ഞാൻ പോയത്. കുറേ പ്രാവശ്യം പോകുന്നതിനൊരു പുത്തരിയാവില്ല. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ പോകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് ഒരു റാങ്ക് പോലും കിട്ടുകയും ചെയ്യില്ല, ഞങ്ങൾ ജയിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ കൂടിയുള്ളത് ചെന്നൈൻ്റെ നമുക്കൊരു മെഡൽ കിട്ടി, ഇത്രേ ഉള്ളൂ. ഹിന്ദി ടെസ്റ്റ്, ഗ്രാമർ കാണിച്ചു, ബംബിൾ ബി കാണിച്ചു, മാത്സിൻ്റെ വലുതുണ്ടെന്നൊക്കെ അവളുമാർ പറയുന്നു കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞ വർഷം പിങ്ക് ആയിരുന്നുണ്ട്, ഈ വർഷം ബ്ലൂ. അത്രേ ഉള്ളൂ. മാത്സിൻ്റെ 2nd എഡിഷനാണ്. കൊള്ളാല്ലേ? നല്ലതല്ലേ? ഇതാണ് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ടെസ്റ്റ്, മലയാളത്തിൻ്റെ. വളരെ തിക്കായിരിക്കും എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് അഴുക്ക് പിടിക്കും, പെട്ടെന്ന് ചീത്തയാവും, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ വളരെ തിക്കായിരിക്കും, കുറേ നാളേക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനത്തെ ബുക്സാണ്. നല്ല രസമല്ല? മലയാളം പാഠവലി DC ബുക്സിൻ്റെ ആണ്. ഇതിന് കോസ്റ്റ് 150 രൂപ. ബാക്കിയുള്ളതിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടില്ല. എനിക്ക് ഹിന്ദിക്ക് ബുക്ക് സ്കൂളിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. ഇതിന് മുമ്പൊരു വർഷവും അങ്ങനെ തന്നെയാണ്. പകുതി തുടങ്ങിയതിന് ശേഷം സ്കൂളിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേടിച്ചാണ്, പകുതി വരെ എഴുതിയതിന് ശേഷം. ഇതാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ ബുക്സാണ്. എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് വലിയ ബുക്ക് വേണമാണ്. ഞങ്ങളെല്ലാം മേടിച്ചെങ്കിൽ ഞാൻ വലിയ ബുക്ക് വെച്ചോണ്ട്. അതാണ് ഹിന്ദി വലുത് എഴുതുന്നത്. കഴിഞ്ഞ വർഷം ഇതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ജനറൽ നോളജ്. ബിക്കോസ് ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല. ബേസ് എനിക്ക് അവിടെ ഞാൻ പാടില്ല. ഇവരെന്താ പോസ്റ്റ് കൊടുക്കാതെ. പിന്നെ ഇംഗ്ലീഷും ബ്ലൂ ആണ്. പിന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങളല്ല, വലിയ മാറ്റമൊന്നും ഇല്ലാത്ത നെക്സ്റ്റ് സ്കിൽസ്. എന്നിട്ട് കമ്പ്യൂട്ടർ വലിയ മാറ്റമൊന്നും ഇല്ല. കഴിഞ്ഞ വർഷത്തെ സെയിം തന്നെ. ബാക്കിയുള്ളതിനൊന്നും കളറെങ്കിലും മാറ്റം. ഇതിനകത്ത് പടം മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് മാറ്റം പറ്റില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കളറ് മാറും വലിയ വർഷം, പക്ഷേ ഇതിൻ്റെ പടം മാറത്തില്ല. ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും കിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു പേപ്പറുണ്ട്, ഷീറ്റ്, അത് അടിച്ചിങ്ങ് തരും. അതിനകത്തുള്ള ഫുള്ള് ബുക്ക് ചെയ്ത് അതൊക്കെ എടുക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് നന്നാണ്. ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ കുറച്ച് നത്തിങ് ഈറ്റ്സ് വർക്ക്. ഇതൊക്കെയാണ് എൻ്റെ ഐറ്റംസ്. ഞാൻ ബുക്സും തീർന്നു. ഇനി ലാസ്റ്റായിട്ട് ഫുഡ് ഫെയർ. സ്കൂളിലേക്ക് ഫുഡ് ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മേടിക്കുന്ന പൊതുവെ മറ്റേ സ്ലിപ്പേഴ്സ് തന്നെയാണ് എൻ്റെ സ്കൂളിൽ കിട്ടും. ഇതാ സംഭവിച്ചത്. സ്ലിപ്പേഴ്സ് അല്ല, ക്രോക്സ് വല്ല കിട്ടും. ക്രോക്സ് ഷൂസൊക്കെ പക്ഷേ ഞങ്ങൾ സ്കൂൾ പക്കാ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്കൂൾ ഷൂ തന്നെയാണ്. അപ്പം എനിക്ക് വൈറ്റ് ഷൂസ് മേടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഷൂസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് വൈറ്റ് ഷൂസ് നല്ല പ്രോപ്പർട്ടി ഫിറ്റാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എപ്പോഴും ഒരു സൈസെങ്കിലും കൂടുതൽ മേടിച്ചിട്ടുള്ളൂ. എനിക്ക് 1.5 ഇഞ്ചൊക്കെ കൂടുതൽ മേടിക്കാൻ തോന്നുന്നു. അങ്ങനെ മേടിച്ചതാണ് ഈ വർഷം. പക്ഷേ ബ്ലാക്കിന് കറക്റ്റാണ്, കാരണം ഞാൻ ലുലുവിന് മേടിച്ചാണ്. പക്ഷേ ഞാനാണെങ്കിൽ വൈറ്റ് മേടിച്ചപ്പോൾ പക്ക ഫിറ്റ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പൊതുവെ ഒരെണ്ണം മേടിച്ച 2 വർഷം യൂസ് ചെയ്യും ബ്ലാക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുതെടുക്കുക. പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് വീണാൽ അടുത്ത വർഷം പുതിയ എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ കൊണ്ടുപോകും. പിന്നെ ഈ സൈഡിൽ 2 ഇത് കൊണ്ടുപോകണം, ഇത് കമ്പനി ചെയ്യാം. ഇത് പല സബ്ജക്ട്സിനും പലതും വരുമെന്നാണ് എനിക്കൊരു പ്രത്യേകത ഐറ്റംസ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. പിന്നെ എനിക്കിത് മണ്ടയിൽ ഇങ്ങനെ ഉറങ്ങുന്നു പറഞ്ഞാൽ ഇങ്ങനെ ആയത്. എൻ്റെ കൂട്ടുകാരിൻ്റെ കയ്യിൽ 3 ടൈപ്പ് ഇറങ്ങുന്നു.
ഇതിങ്ങനെ ട്രെയിനിൻ്റെ ആകും സ്പോട്ടാണ്. അങ്ങനെയാണ് ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചത് ഇത് കണക്കൊക്കെ ഇങ്ങനെ ഫയൽ വരികയാണ്. അവൾ പറഞ്ഞു എടി ഫയലൊക്കെ ഇങ്ങനെയാണ് വരാറ്, ഇങ്ങനത്തെ ഫയലുണ്ട് എൻ്റെ ചേച്ചിയുടെ ആണ് പറഞ്ഞാൽ. അപ്പോൾ ചേച്ചി അവൾക്കൊരു ചേച്ചിയുണ്ട്, അവിടെ പൊതുവെ ഐറ്റംസ് എല്ലാം ചേച്ചിൻ്റെ ഞങ്ങൾ വേണ്ടിയൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഇതെൻ്റെ നെയിം സ്ലിപ്പിൽ ഒരെണ്ണം ഇതിലെല്ലാം അമ്പോസിൻ്റെ നെയിമുണ്ട്. ചിലവർക്ക് ഷോർട്ട് നെയിം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്കിലെല്ലാവരും ഒരു ഫോട്ടോ ഉണ്ട്. 7 പേരുണ്ടോയെന്ന് കൃത്യം ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എല്ലാവരും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കണ്ടുപോകുന്ന ഡ്രസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ ബൈ.